നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ +2 കഴിഞ്ഞ് ഒരു ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉടൻ അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 2 മേഖലകൾ താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായി കാണാം. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇത് ഉപകാരപ്പെടണമെന്നുമില്ല. അപ്പോൾ ഈ 2 മേഖലകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഡിഗ്രി അഥവാ ഡിപ്ലോമ, അതും അല്ലെങ്കിൽ ഒരു PG അഡ്മിഷൻ നോക്കുന്നവർ. അത് ഒരു ഫുൾ ടൈം അല്ലാതെ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു +2 കഴിഞ്ഞു, പക്ഷേ ഒരു ഫുൾ ടൈം ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഒരു കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഒരു ഡിഗ്രി വേണം. അതല്ല, ഡിഗ്രി കഴിഞ്ഞ് ഒരു PG എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഫുൾ ടൈം ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ ഒരു ഡിപ്ലോമ എടുക്കണമെങ്കിലും ഈ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതാണ് പറയാൻ പോകുന്ന ഒന്നാമത്തെ അവസരം. രണ്ടാമത്തെ അവസരം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മേഖലയിൽ. പലപ്പോഴും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ധാരണ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. അങ്ങനെയല്ല. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുമല്ല എങ്കിൽ ടൂറിസം മാനേജ്മെൻറ്റ്, ആതിഥേയത്വം എന്നാണ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആതിഥേയത്വവുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. അതിൽ ടൂറിസം വരും, ഹോട്ടൽ മാനേജ്മെൻറ്റ് വരും, ട്രാവൽ ആൻഡ് ടൂറിസം പോലത്തെ മേഖലകളെല്ലാം ഈ ഒരു ഏരിയയിലാണ് വരിക. അപ്പോൾ ഹോട്ടൽ മേഖലയിൽ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ, ടൂറിസം മേഖലയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ നേടണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് +2 ശേഷം ഒരു ഡിഗ്രി എടുക്കണമെന്ന് നിങ്ങൾക്കുണ്ട്, പക്ഷേ ഫുൾ ടൈം ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമ എടുക്കണമെന്നുണ്ട്, ഫുൾ ടൈം ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. ഇനിയും ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, പക്ഷേ ഒരു ജോലിയിലേക്ക് കയറി അതിനോടൊപ്പം പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മികച്ച അവസരം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് IGNOU എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ IGNOU. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം കോഴ്സ് അല്ലാതെ, മുഴുവൻ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നതല്ലാതെ നിങ്ങൾക്കൊരു ഡിഗ്രി എടുക്കാനും PG എടുക്കാനും ഡിപ്ലോമകൾ എടുക്കാനുമുള്ള അവസരമുണ്ട്. ഇത് പല സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എടുക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ഉള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ പല സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് IGNOUവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, ഡിപ്ലോമ, PG ഒക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ 2025 ജാൻ സെഷനിൽ വേണ്ടിയിട്ടുള്ള ഡിഗ്രിക്കും PGക്കും ഡിപ്ലോമയ്ക്കുമുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോഴുണ്ട്. അത് ഓൾറെഡി സമയം കഴിഞ്ഞു പോയി എന്നവർ അറിയിച്ചിരുന്നതാണ്, പക്ഷേ ഫെബ്രുവരി 28 വരെ അത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും പറയാൻ കാരണം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ, അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്നയാളാകാം ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിക്കാൻ പോവുകയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഡിഗ്രിയും കൂടെ പഠിക്കണമെന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്വപ്നമുള്ളവരാണ് എങ്കിൽ, നല്ല വാലിഡിറ്റിയുള്ള അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും ഒരു അംഗീകാരമുള്ള ഒരു ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ ഫുൾ ടൈം അല്ലാതെ ചെയ്യാവുന്ന പാർട്ട് ടൈം ഡിഗ്രി ഓപ്ഷനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ. എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ അതിനുണ്ട്. മറ്റ് പല യൂണിവേഴ്സിറ്റികളേക്കാൾ കുറച്ചുകൂടെ അംഗീകാരം ഇവർക്കുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ പഠനം, കൃത്യമായ പരീക്ഷ നടത്തിപ്പ്, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുള്ളത്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിക്ക് കുറേ കൂടെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. 28 ഫെബ്രുവരി വരെ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ IGNOU ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിടാം. അപ്പോൾ അത് ദയവായി ഒന്ന് കണ്ട് ആ ലിങ്കിൽ കയറി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫെബ്രുവരി 28, 2025 വരെ സമയമുണ്ട്. ഇതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിച്ച ഒരു അവസരം. ഇനി രണ്ടാമത് പറയാൻ ആഗ്രഹിച്ച അവസരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആതിഥേയത്വവുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖല. അത് നിങ്ങൾക്കൊരു ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഷെഫ് ട്രെയിനിങ്, അതുമല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, ഇത്തരം തൊഴിൽ മേഖലകളിലൊക്കെ
അത് ഇത്തരം കരിയർ മേഖലകളിൽ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിനൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ AIHM ചണ്ഡീഗർ അല്ലെങ്കിൽ DIHM പോലെയുള്ള സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ IHM ബാംഗ്ലൂർ, IHM ഭോപ്പാൽ അല്ലെങ്കിൽ IHM ഭുവനേശ്വർ, ചെന്നൈ. അപ്പം ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മേഖലയിലുള്ള ഈ ദേശീയ പ്രാധാന്യമുള്ള IHMs ഡൽഹിയിലുണ്ട്, അതുപോലെ തന്നെ ഗാന്ധിനഗറുണ്ട്, ഒട്ടനവധി ലൊക്കേഷനുകളുണ്ട്. ഗോവയുണ്ട്, അതുപോലെ തന്നെ ഗുവാഹട്ടിയുണ്ട്, ഹൈദരാബാദുണ്ട്, ജയ്പൂരുണ്ട്, കൊൽക്കത്തയുണ്ട്, ഷില്ലോങ് ഉണ്ട്, ഈവൻ ശ്രീനഗറുണ്ട്, നമുക്ക് തിരുവനന്തപുരത്തുണ്ട്, അഗർത്തലയുണ്ട്, അങ്ങനെ റായ്പൂരുണ്ട്, ഷോളാപൂർ, ഒട്ടനവധി സ്ഥലങ്ങളിലായിട്ട് ഇത് ഉണ്ട്. IHMs ഉണ്ട്. അപ്പോൾ ഈ IHMസിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് അത്തരത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മേഖലയിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയുണ്ട്. അത് കൂടുതലായി BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ദേശീയ പ്രവേശന പരീക്ഷ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നാഷണൽ ലെവൽ ഒരു എൻട്രൻസ് എക്സാമാണ് NCHM JEE എന്നാണ് അത് അറിയപ്പെടുക. അപ്പോൾ ഈ NCHM JEEക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ലിമിറ്റ് ഈ വരുന്ന അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മേഖലയിൽ താല്പര്യമുള്ള ആളാണ്, ഇന്ത്യയിലെ പ്രീമിയം സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ പദ്ധതിയുണ്ട്. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിലെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻസിലേക്ക് നിങ്ങൾക്കൊരു നോട്ടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാം, അതായത് NCHM JEE ജോയിൻ്റ് എൻട്രൻസ് എക്സാം ഒന്ന് എഴുതേണ്ടതാണ്. അപ്പോൾ അത് 28 ഫെബ്രുവരി വരെ അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ഒന്ന് എഴുതി നോക്കുക. ഇതിൽ കിട്ടിയില്ല എങ്കിൽ മാത്രം മറ്റ് സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ഈ 2 അവസരങ്ങൾ, ഒന്ന് ഇഗ്നോയുടെ അവസരം, ഒന്ന് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലുള്ള അവസരം, ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളാണ് എങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും ഇത്തരം ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് കരിയർ അപ്ഗ്രേഡുമായി, അക്കാഡമിക് അപ്ഗ്രേഡുമായൊക്കെ ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ അവർക്കും ഇത് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.